ഇപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയിൽ അതായത് ഒരു പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. അനൂപിനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിൻ്റെ ആക്രമണത്തിനിരയായ ആ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നൊരു ഘട്ടമുണ്ട്. ഇപ്പോഴിതാ പ്രതിയെ, അതായത് ആൺസുഹൃത്തായ അനൂപിനെ അവിടെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ആ കുട്ടിയെ കണ്ടെത്തിയ വീട്ടിൽ നിന്നും. എന്തായാലും അർച്ചന, ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുകയാണ്. അർച്ചന, ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ സ്ഥലത്താണോ ഇപ്പോൾ പ്രതി എത്തിച്ച് തെളിവെടുക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാദി പെൺകുട്ടി അബോധാവസ്ഥയിൽ കണ്ട വീട്ടിലാണ് ഇപ്പോൾ പ്രതിയെ അനൂപിനെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നത്. അല്പസമയം മുൻപാണ് ഇപ്പോൾ പ്രതി ഇവിടെ എത്തിച്ചത്. പ്രധാനമായും ഈ കുട്ടിയെ അതിക്രൂരമായാണ് ഇയാൾ മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ കുട്ടിക്ക് തലയ്ക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഈ മർദ്ദിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം തന്നെ ഈ വീട്ടിലുണ്ട്. അതെല്ലാം കണ്ടുകെട്ടുകയാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതിനാണ് പ്രതി ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. അത്തരം തെളിവെടുപ്പാണ് നടക്കുക. അതിനുശേഷമായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും അതിക്രൂരമായാണ് പ്രതി ഈ പെൺകുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല തലക്കേറ്റ ആഘാതം അത് വളരെ വലുതാണ്. അതാണ് ഇത്തരത്തിൽ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഇപ്പോൾ അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുള്ളത്. അതിനിടെയാണ് ഇപ്പോൾ പ്രതിയെ ഈ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നത്. ശനിയാഴ്ച 11 മണിയോടെയാണ് ഈ പ്രതി വീട്ടിലെത്തുകയും തുടർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഇത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തത്. തുടർന്ന് പ്രതി 4 മണിയോടുകൂടി ഈ വീട്ടിൽ നിന്നും പെൺകുട്ടി മരിച്ചു എന്ന് തോന്നി പുറത്തേക്ക് പോവുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം CCTV പോലീസിന് കിട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതി കുറ്റം പൂർണ്ണമായും സമ്മതിച്ചിട്ടില്ല. പെൺകുട്ടിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പ്രതി പറയുന്നത്. എന്നാൽ താൻ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പ്രതി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതിപ്പോഴും പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇയാൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇയാളാണോ ഇത്തരത്തിൽ ഈ കുട്ടിയെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കാനുള്ളത്. എന്തായാലും പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ്. കാരണം ഇയാൾ നേരത്തെ ഇത്തരത്തിൽ പല കേസുകളിലും പ്രതിയാണ്, ലഹരി കേസുകളിലടക്കം പ്രതിയാണ്. മാത്രമല്ല ഇയാൾ പലപ്പോഴായി നാട്ടുകാരെയും ഈ കുട്ടിയുടെ അമ്മയും എല്ലാം ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൊണ്ടാണ്. അതാണ് പഴുതടച്ച അന്വേഷണമാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപേ തന്നെ പ്രതിയെ ഈ സംഭവം നടന്ന വീട്ടിലെത്തിച്ച ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. പ്രധാനമായും ഈ കുട്ടിയെ ഇത്തരത്തിൽ ഷോൾ മുറുക്കിയാണ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ ഇയാളാണോ ഇത്തരത്തിൽ ഷോൾ മുറുക്കിയത്, കുട്ടിയുടെ കഴുത്തിന് മുറുക്കിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. കാരണം അർച്ചന, ഇന്നലെ തന്നെ ആ കുട്ടിയുടെ വളർത്തമ്മ അടക്കമുള്ളവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. നിരന്തരം ആ ആൺസുഹൃത്ത് ആ കുട്ടിയെ പീഡിപ്പിക്കുമായിരുന്നു, മർദ്ദിക്കുമായിരുന്നു, മറ്റ് പല വിധത്തിലുമുള്ള സംശയങ്ങൾ പറഞ്ഞായിരുന്നു മർദ്ദിക്കുന്നതെന്നൊക്കെയാണ്. ഈ അർദ്ധനഗ്നയായ നിലയിൽ ആ കുട്ടിയെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ചില മാനസികമായ വെല്ലുവിളികളൊക്കെ നേരിട്ട കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ കുട്ടിയെ അർദ്ധപ്രാണനായി കാണുന്നൊരു ഘട്ടത്തിൽ വളരെ ദുരൂഹതകൾ അതിലുണ്ട്. അതിന് കാരണക്കാരൻ ആ അനൂപ് തന്നെയാണെന്ന് വീട്ടുകാർ പറയുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിച്ചത്, അല്ലേ അർച്ചന? തീർച്ചയായും അത് അമ്മയുടെ മൊഴിയും അത് തന്നെയാണ്. കാരണം ഈ കുട്ടിയെ ഇയാൾ മുൻപും ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ പെൺകുട്ടി അത് തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് അമ്മ വ്യക്തമാക്കുന്നുണ്ട്. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബലാത്സംഗം അതുപോലെ വധശ്രമത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇയാൾ മുൻപും ഇത്തരത്തിൽ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഈ മർദ്ദനത്തിൽ പ്രധാനമായും നയിച്ച കാരണമെന്ന് പറയുന്നത് മറ്റൊരു ആൺ സുഹൃത്തുമായി ഈ കുട്ടിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് ഇയാൾ അതിക്രൂരമായി ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഭിത്തിയോട് ചേർന്ന് തലയ്ക്ക് ഇടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായി മുറിവേൽക്കുകയും ദേഹത്താകമാനം മുറിവേറ്റ സാഹചര്യത്തിലാണ് പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടത്. ഇപ്പോൾ ഗുരുതരമായി വെന്റിലേറ്ററിൽ തുടരുകയാണ് കുട്ടി. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. അതിൽ ഇപ്പോഴും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. പ്രതി അല്ല ആത്മഹത്യക്ക് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പറയുമ്പോഴും അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷണം നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ
കേസ് പുരോഗമിക്കുന്നത്. മാത്രമല്ല ഈ പെൺകുട്ടി ഇത്തരത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്താൻ പോലീസിന് സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണത്തിലൂടെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. അതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. അത് അതിഗുരുതരമായ രീതിയിലാണ് അയാൾ മർദ്ദിക്കുകയും ചെയ്തത്. നേരത്തെയും ഇയാൾ ഇത്തരത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്. മാത്രമല്ല ലഹരിക്കടിമയാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ സാഹചര്യങ്ങൾ നീങ്ങിയിരുന്നു. അങ്ങനെയാണ് അയാൾ വലിയ രീതിയിൽ കുട്ടിയെ മർദ്ദിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല അമ്മയടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തുടർന്നാണ് അമ്മ പലപ്പോഴായി ഇവളെ ബന്ധപ്പെടരുതെന്ന് ഇയാളോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അയാൾ വീണ്ടും ഈ കുട്ടിയെ അടുത്ത് വരികയും മർദ്ദിക്കുകയൊക്കെ ആയിരുന്നു. ശനിയാഴ്ച 11 മണിയോടെയാണ് അയാൾ വീട്ടിലെത്തുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഇയാൾ മർദ്ദിക്കുകയും ചെയ്തത്. ഈ മർദ്ദനത്തിൽ മനോവിഷമം ഉണ്ടായിട്ടാണ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. താനല്ല കൊല്ലാൻ ശ്രമിച്ചത്, ഈ കുട്ടി തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ക്രൂരമായ മാനസിക ശാരീരിക പീഡനം അർപ്പിച്ചത് ആരാണ്? അത് ഈ കുട്ടിയുടെ അമ്മയുടെ ആരോപണം മാത്രമല്ല, ആ ആൺ സുഹൃത്ത് കൂടി സമ്മതിക്കുന്ന ഒരു ഘട്ടമുണ്ട് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ, അല്ലേ അർച്ചന? തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ നയിച്ച കാരണം ഇയാൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാരെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇയാൾ ഇന്നോ ഇന്നലെയോ അല്ല, ഇതിനു മുൻപും അയാൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായ സമ്മർദ്ദത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത്തരത്തിലേക്കൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതും. മാത്രമല്ല മറ്റൊരു ആൺസുഹൃത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇയാൾ ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. മാത്രമല്ല തലയ്ക്കടുക്കം ഈ ഭിത്തിയോട് ചേർന്ന് അയാൾ ക്രൂരമായി മർദ്ദിക്കുന്നു. കയ്യിലും കാലിലുമെല്ലാം ദേഹത്ത് ആസകലം മുറിവേൽപ്പിക്കുന്നു. അങ്ങനെ അതിക്രൂരമായാണ് ഇയാൾ കുട്ടിയെ മർദ്ദിച്ചത്. അതിൻ്റെ മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് മാത്രമാണ് ഇയാൾ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയത്. അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. മാത്രമല്ല അയാൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ കൂടിയായതുകൊണ്ട് അത്തരമൊരു മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. ഇയാളുടെ ചോദ്യം ചെയ്യലടക്കം ഇനി വീണ്ടും ചോദ്യം ചെയ്യാനുള്ളൊരു കാര്യങ്ങളിലേക്ക് അടക്കം പോലീസ് കടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വീട്ടിനകത്ത് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മാത്രമല്ല ഈ കുട്ടി പോക്സോ കേസിലെ അതിജീവിതയാണ്. 2019 പെൺകുട്ടിയെ തീർച്ചയായും കാരണം പോക്സോ കേസിലെ അതിജീവിതയാണ്. അതിജീവിതയുമായി ബന്ധപ്പെട്ട ഒരു ഐഡന്റിറ്റിയും പ്രതിഫലിക്കരുത് എന്നതുകൊണ്ട് കൂടിയാണ് സ്ക്രീൻ നമ്മൾ ഈ വിധത്തിൽ വ്യക്തമല്ലാതെ നൽകുന്നതും. ആ പൗര ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തനത്തിലും പ്രതിഫലിക്കുന്നത്. അർച്ചന, തുടരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നാം കാണേണ്ടത് ഈ നിമിഷത്തിൽ ഈ പോലീസ് കൃത്യമായി അവിടേക്ക് ഇടപെടലുകൾ നടത്തിയെന്നുള്ളതാണ്. ഒരുപക്ഷെ അനൂപിന് രക്ഷപ്പെടാനാകാത്ത വിധം കുരുക്കുകൾ ഒരുക്കി നിയമപരമായി ആ കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികൾ നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആട്ടെ അർച്ചന, ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ്? അതിജീവിതയുടെ അവസ്ഥ എന്താണ്? ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണോ? തീർച്ചയായും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യാതൊരു മാറ്റങ്ങളും ഇതുവരെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. വലിയ ആശങ്ക നിറഞ്ഞ സാഹചര്യം തന്നെയാണ്. കാരണം ഇപ്പോഴും വെന്റിലേറ്ററുടെ സഹായത്തോടെയാണ് ചികിത്സ പുരോഗമിക്കുന്നത്. തലക്കേറ്റ ക്ഷതം അത് വലിയ രീതിയിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല ദേഹമാസകലം കുട്ടിക്ക് ഗുരുതരമായി മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അത്തരത്തിൽ കഴുത്തിന് ഈ കുരുക്കിട്ടതുകൊണ്ട് തന്നെ അത്തരം തലച്ചോറിനെ അത് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായ സാഹചര്യത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇതുവരെ കുട്ടിക്ക് ബോധം പോലും തെളിഞ്ഞിട്ടില്ല. അങ്ങനെ രാവിലെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. മരുന്നുകളോടൊന്നും കുട്ടി പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പെൺകുട്ടി വീണ്ടും ഒരു തിരിച്ചുവരവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുശേഷം മാത്രമേ അത്തരത്തിൽ ഒരു റിക്കവറി ചെയ്തതിനു ശേഷം മാത്രമേ കുട്ടിയുടെ മൊഴി അടക്കം രേഖപ്പെടുത്താൻ കഴിയൂ. എന്തായാലും അപ്പോഴേ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അതിക്രൂരമായ മർദ്ദനത്തെ തന്നെയാണ് പെൺകുട്ടി ഇരയായത്. ഇത്തരത്തിൽ പോക്സോ കേസിലെ അതിജീവിത കൂടിയാണ്. അതിൽ നിന്നെല്ലാം തന്നെ അതിജീവിച്ച് വന്ന പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആൺ സുഹൃത്തിൽ നിന്നും അതിക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരികയും ഇത്തരത്തിലെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും പഴുതടച്ച അന്വേഷണം തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം അത്രമാത്രം ഈ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ഈ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതീവ ദുരൂഹത നിറഞ്ഞൊരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. മാത്രമല്ല ബന്ധുവിൻ്റെ ഒരു പരാതി, ബന്ധുവാണ് ഇത് ആദ്യം കാണുന്നതും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഉടൻ തന്നെ പോലീസ് CCTV അടക്കം
അടക്കം പരിശോധിക്കുകയും അയാൾ ഈ ശനിയാഴ്ച 11 മണിയോടെ വീട്ടിലെത്തിയതിലെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇയാൾ ഇത്തരത്തിൽ വീട്ടിലെത്തുകയും പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തെന്ന് സമ്മതിക്കുകയുമായിരുന്നു. ഈ ഒരു ആൺ സുഹൃത്ത് വീട്ടിൽ വന്നിരുന്നു. ആൺ സുഹൃത്തുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടെന്ന് കാണിച്ചാണ് ഇയാൾ അതിക്രൂരമായി ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഇത് മാത്രമല്ല കാരണം ഇതിനു മുൻപും കാരണങ്ങളില്ലാതെ പോലും അയാൾ പലതവണ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്, അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അന്നെല്ലാം താക്കീത് നൽകിയപ്പോഴും പെൺകുട്ടി ഇതൊന്നും പുറത്തു പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസം സാഹചര്യം മാറുകയായിരുന്നു. ഇത്തരത്തിൽ പെൺകുട്ടിയെ ആത്മഹത്യ ശ്രമത്തിലേക്ക് അടക്കം കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രധാനമായും ഇതിൻ്റെ ഉദ്ദേശം, ഈ തെളിവെടുപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റത് ഇത്തരത്തിൽ ഭിത്തിയിലടിച്ചും പല സാധനങ്ങൾ വെച്ച് തലയ്ക്കടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടുകിട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. എന്തായാലും വീടിൻ്റെ അകത്താണ് അപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മണിയോടെ എത്തിയ പ്രതി പുലർച്ചെ 4 മണിയോടെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അന്ന് തന്നെ ശേഖരിച്ചതാണ്. എന്തായാലും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. ഏകദേശം വൈകിട്ടോടു കൂടിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത അടക്കമുണ്ട്. എന്തായാലും ഇപ്പോൾ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണം നടത്തുന്നത്. തീർച്ചയായും ആൺ സുഹൃത്ത് എന്ന പേരിൽ അടുത്തുകൂടി ഒരു കുട്ടിയെ കൊല്ലാക്കൊല ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതിയുമായി കുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് അർച്ചന നൽകി വരുന്നത്.